ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ ഹൈ ഹൈ സുഖപ്രസവം അല്ല, എത്ര പ്രസവിച്ചിട്ടുള്ള ആളായി പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. 2-3 ദിവസമായിട്ട് അഖിൽമാരാരാണ്. അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഫീൽഡ് ഔട്ട് ആവാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ എടുത്ത് ഇട്ടിട്ടിട്ടിട്ട് റീച്ച് ആയിട്ട് ലൈവ് ലൈറ്റ് നിൽക്കാനുള്ള പരമാവധി അഖിൽമാരാർ ചെയ്യും. അത് പലതും വിജയിക്കാറുമുണ്ട്. അഖിൽമാരാര് പലരും ഈ പറയും അഖിൽമാരാരെ വാക്ക് എന്തു പറയാം, നിലപാടില്ലാത്ത ആളാണ്. പക്ഷെ അങ്ങനല്ല പറയേണ്ടത്. വാക്കിന് വിലയില്ലാത്തവൻ എന്നാണ് പറയേണ്ടത്. അതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇദ്ദേഹം. കാരണം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ഷാരടി പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ അത് മാറ്റും. അതുകൊണ്ട് നമുക്ക് ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല. അഖിൽമാരാരുടെ ഏറ്റവും പുതിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് അതിന്റെ ഫുൾ ഭാഗം ഞാൻ കാണിച്ചിട്ട്, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇന്റർവ്യൂ പൂർണ്ണമായിട്ട് കണ്ടവർക്ക് അത് പോയി കാണാം. അപ്പോൾ ഇതിൽ ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞു, പ്രസവത്തെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് മഞ്ഞപ്പിത്തം പിടിച്ചവൻ കാണുന്നതല്ല മഞ്ഞ എന്ന് പറയുന്നത് പോലെ തന്നെ അഖിൽമാരാര് പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിലും ആളുകൾ ഇനി അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം പുള്ളിക്കാരൻ BJP-യിലോട്ട് പോയതുകൊണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരാളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ എതിർപക്ഷക്കാർക്കും ന്യൂനപക്ഷക്കാർക്കും അതൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെടത്തില്ല. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാർക്കൊന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അഖിൽമാരാർക്ക് ഇപ്പം അതും നല്ല രീതിയിലുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തൊക്കെയാണെങ്കിലും വളഞ്ഞു പിടിച്ച് പറയുന്നുണ്ട്, ആൾക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഇതിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം ഇദ്ദേഹം വന്ന് ഫേസ്ബുക്കിൽ നെടുനീളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളാവെന്ന് വിചാരിച്ചിട്ടായിരിക്കും ടൈപ്പ് ചെയ്ത് എഴുതി ഇട്ടിട്ടുണ്ട്. അതിൽ ഈ ഒരു വിവാദമായ ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദി കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഇയാൾ ഈ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളത് ഒരിക്കലും ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ അതിന്റെ രീതിയിൽ ആർക്കും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ ഒരു പോയിന്റ് മാത്രം, അതായത് സ്ത്രീകൾ വളരെ സുഖമായിട്ട് അല്ലെങ്കിൽ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവത്തെ ഇന്ന് ആളുകൾ വളരെ വർഗീകരിക്കുന്നു, അല്ലെങ്കിൽ വൾഗറാക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ മാറ്റി. പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് എന്തൊക്കെയാലും ഒരു കാര്യം പറയുമ്പോൾ നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. അതിൽ പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാൻ മനസ്സിലാക്കണമല്ലോ. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഇതിനകത്ത് പറയാം. അതിന് ഉപരി ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ 2 പോസ്റ്റോളം എനിക്ക് തോന്നുന്നു ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ 2 പോസ്റ്റും ഞാൻ ഇവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട് കുഴഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അദ്ദേഹം എന്തായാലും വീഡിയോ ഇടാൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്തായാലും ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നമസ്കാരം ഒന്നും വേണ്ട. 2 പോസ്റ്റോളം വന്നിട്ടുണ്ട്. ഒരെണ്ണം വന്നൊക്കെ ഒരു ദിവസം മുമ്പും, ഒരെണ്ണം ഒരു 12 മണിക്കൂർ മുമ്പ് വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഇതിന് വേണ്ടി കുറെ റിസർച്ച് ഒക്കെ നടത്തി കുറെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് പറഞ്ഞു പോയത് എന്റെ നാക്ക് സ്ലിപ്പായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ ഇതല്ല പറയാൻ ഉദ്ദേശിച്ചത്, ഇതാണെന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ കാര്യം എടുത്താൽ കാണിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും പുള്ളിക്കാരൻ ആദ്യത്തെ പോസ്റ്റിൽ താണ്ട് എഴുതി പറഞ്ഞേക്കുന്നതാണ്, പറയുന്നത് ഉൾക്കൊള്ളാൻ ബോധമില്ലാത്ത കുറെ എണ്ണത്തെ പഠിപ്പിച്ച് മനസ്സിലാക്കുക എന്ന ഉത്തരവാദിത്തം കൂടി ചെയ്യേണ്ട ബാധ്യതയാണ്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സംഖ്യ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെക്കാട്ടി നല്ലത് മങ്കിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നതാണെന്ന് പറയില്ല. അതുപോലെയാണ് പുള്ളിക്കാരന്റെ ഒരു ഉദ്ദേശിച്ചേക്കുന്ന രീതി. പ്രസവം എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന മഹത്തായ ഉദാത്തമായ ഒരു ക്രിയയാണ്. അത് എൻജോയ് ചെയ്ത് ചെയ്യണമെങ്കിൽ താൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന ചിന്തയും അതിലൂടെ അവൾക്ക് ലഭിക്കുന്ന ആത്മനിർവൃതിയും ഒരു സ്ത്രീക്ക് ഉണ്ടാകണം. അതായത് എൻജോയ് ചെയ്യുക എന്നുള്ളത് പുള്ളിക്കാരൻ ജോളിയായിട്ട് പെപ്സിയൊക്കെ കുടിച്ചിട്ട് ഒരു ചിപ്സ് ഒക്കെ എടുത്തുകൊണ്ട് ലേസ് ഒക്കെ പൊടിച്ച് തിന്നുകൊണ്ട് പ്രസവിച്ച് ഇടുന്നു എന്നുള്ളതല്ല പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് പുള്ളി അവിടെ പറയുന്നത്. അതായത് അതിനോടൊരു താല്പര്യം വേണം, ആ കുഞ്ഞിനോടൊരു താല്പര്യം വേണം. അത് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും മാതാവാകുന്നു എന്നൊരു താല്പര്യം വരുന്നവർക്ക് വേണം എന്നുള്ളത് 100% അങ്ങനെ ഉണ്ടായിട്ടേ കാര്യമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് എന്തൊരു കടമ പോലെ കുറെ കുഞ്ഞുങ്ങളെ പെറ്റി ഇട്ടിട്ട് ഒരു കാര്യമില്ല. അമ്മയാവണമെങ്കിലും ആ കുഞ്ഞിന് അമ്മയോട് ബന്ധം ഉണ്ടാകണം, അമ്മയ്ക്ക് കുഞ്ഞിനോട് ബന്ധം ഉണ്ടാകണം, ഒരു ഇഷ്ടം ഉണ്ടാവണം, ഒരു സ്നേഹം ഉണ്ടാവണം. അതിന് പുള്ളിക്കാരെ എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ അവിടെ ഉദ്ദേശിച്ചു. അവിടെ എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് പല സ്ത്രീകളും ഈ പറയുന്നത് പോലെ അമ്മ തൊട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗതികേട് കൊണ്ട് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോകുന്നതായിരിക്കാം. അതല്ലാതെ തന്നെ പ്രസവത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ പ്രസവിക്കുന്ന, അല്ലെങ്കിൽ പ്രസവിക്കേണ്ടി വരുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ബാധകമാണ്. തീർച്ചയായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഞാൻ എന്റെ ചെവി കേട്ടിട്ടുണ്ട്, ഒരു കൊച്ചിനെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിനോട് പ്രത്യേകിച്ച് തോന്നത്തില്ല, അതിനെ എടുക്കാൻ തോന്നത്തില്ല, അഗ്ലി ആയിട്ട് തോന്നും.
അതങ്ങനെ എനിക്കറിയത്തില്ല. എന്റെ മാനസികാവസ്ഥ വെച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് എങ്ങനെ അത് പറയാൻ പറ്റുന്നു, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ പോലും എങ്ങനെ അത് പറയാൻ. പുരുഷൻ ഒരു പക്ഷേ പ്രസവത്തിന്റെ അവസ്ഥകൾ അറിയത്തില്ല, സ്ത്രീ അമ്മ എന്നുള്ള അവസ്ഥ അറിയത്തില്ല. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അറിയാവുന്ന ഒരു സ്ത്രീക്ക് നിന്നുകൊണ്ട് എനിക്ക് അങ്ങനെ ആ കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് അതിനെക്കൊണ്ട് വാത്സല്യം തോന്നില്ല എന്ന് പറയുന്നത് ഒട്ടും കരുണ ഇല്ലാത്തൊരു മനസ്സാന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ കാണുന്ന പലർക്കും കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും. അത് സ്വന്തം കുഞ്ഞുങ്ങളാവണമെന്നില്ല. ഏതൊരു കുഞ്ഞിനെ കണ്ടാലും ഒരു ഉമ്മ കൊടുക്കാൻ തോന്നാത്ത, ഒന്നും മുടിയിലും തലോടാൻ തോന്നാത്ത, കവിളിലൊന്നും പിടിക്കാൻ തോന്നാത്ത ആളുകളുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നില്ല. പക്ഷെ അവിടെ ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ കേട്ടൊരു കാര്യമാണ്, എന്റെ ചെവി കേട്ടൊരു കാര്യമാണ്, കുഞ്ഞിനെ എടുക്കുമ്പോൾ ഇങ്ങനെ അഗ്ലി, അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നും, വിയേഡായിട്ട് തോന്നും എന്നൊക്കെ പറയുന്നെങ്കിൽ, അതൊരു സ്ത്രീ തന്നെ പറയുന്നെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ള സത്യമാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ പ്രസവിക്കാനും വലിയ താല്പര്യമില്ല, പെറാൻ താല്പര്യമില്ല. അത് അത് ഒരു പക്ഷേ ഇതിനകത്ത് അഖിൽമാരാർ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതുമായിട്ട് ബന്ധമായിരിക്കും. പക്ഷെ ഇത് പറയേണ്ട രീതി ഇതല്ലായിരുന്നു. വളരെ സിമ്പിളായിട്ട് വന്നിട്ട് ഞാൻ ഇതല്ല പറയാൻ ഉദ്ദേശിച്ചത്, ഇതുമായി താല്പര്യമില്ലാത്ത കുറെ വ്യക്തികളുണ്ട്, അവരിലേക്ക് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. പ്രസവം എന്നാൽ കുഞ്ഞിന് ജന്മം നൽകുന്ന മഹത്തായ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ അത്തരം ഒരു മഹത്വമാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്ന ചിന്ത ഗർഭകാലത്ത് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് കഴിയുന്നത് ഈ മഹത്വത്തിന്റെ മൂല്യം, അല്ലെങ്കിൽ മഹത്വം അവൾ അറിയുന്നത് കൊണ്ടാണ്. മറിച്ച് ഇനി വരുന്ന പോയിന്റ് നിങ്ങൾ നോക്കിയോ, മറിച്ച് വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെ ജീവിതം തകർത്തു, എൻ്റെ സൗന്ദര്യം തകർത്തു, ഇനി ഈ നാശത്തെ പ്രസവിച്ചാൽ എന്താകും എൻ്റെ ജീവിതം എന്ന ചിന്താഗതിയുമായി ജീവിക്കുന്ന സ്ത്രീ രൂപങ്ങളുമായി ജീവിക്കുന്ന നികൃഷ്ട ജന്മങ്ങളെയും പുരോഗമനത്തിന്റെ പേരിൽ കുടുംബം എന്ന മൂല്യം ഇല്ലാതാക്കാൻ നടക്കുന്ന ജനങ്ങളെയും ഞാൻ മനുഷ്യഗണത്തിൽ പോലും പെടുത്തുന്നില്ല. ഈ ഒരു പോയിന്റ് അഖിൽമാരാര് വന്ന് ആ ഇന്റർവ്യൂവിനകത്ത് തുടക്കത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഈ വിഷയത്തിന് ഒരു പ്രശ്നവുമില്ല. വളരെ സിമ്പിളായിട്ട്, അതായത് ഒരു കുഞ്ഞിനെ പെറ്റ് കഴിഞ്ഞാൽ എൻ്റെ സൗന്ദര്യം പോവും, എൻ്റെ കരിയർ പോവും, എനിക്ക് നാശം ഉണ്ടാവും, എനിക്ക് ഇതിനെ കൊണ്ട് ഇനി ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ ഈ ചിന്തയുള്ളവരെ സത്യം പറഞ്ഞാൽ മനുഷ്യനായിട്ട് പോലും എനിക്ക് കാണാൻ പറ്റത്തില്ല. അതായത് പെറ്റ കുഞ്ഞിനോട് ഒരു കമ്മിറ്റ്മെന്റും കാണിക്കുക, അതായത് അല്ലെ പിന്നെ പെറാൻ പോകരുത്. ഈ വന്ന കാലത്ത് ഒത്തിരി മാർഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ വന്ന കാലത്തെ കാര്യം പറയുന്നത്. അപ്പൊ അങ്ങനെ കമ്മിറ്റ്മെന്റ് കാണിക്കാത്ത, അതായത് കുഞ്ഞെന്തായാലും അവരെ കൊണ്ട് വൃദ്ധസദനത്തിനാക്കിയില്ല, അവരോട് തിരിഞ്ഞു നിന്നിട്ട് തന്തയ്ക്ക് വിളിച്ചില്ല, കുഞ്ഞല്ലേ, അതിന് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത കൊച്ചു കുഞ്ഞ്, അതിനോട് ഒരു കമ്മിറ്റ്മെന്റും കാണിക്കാത്ത, എന്റെ സൗന്ദര്യം പോകും, അല്ലെങ്കിൽ എനിക്ക് താല്പര്യം, അപ്പൊ പിന്നെ എന്തിനു പെറാൻ തയ്യാറാവുന്നേ? എല്ലാം പുരോഗമനത്തിന്റെ രീതിയിൽ ചിന്തിക്കുന്ന, മാറ്റത്തിന് ഒരുപാട് വഴിവെക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ തയ്യാറാവരുത്. അങ്ങനെ ഉള്ളവരെ ആയിരിക്കണമായിരുന്നു അഖിൽമാരാർ ഇതിൽ മെൻഷൻ ചെയ്ത് അങ്ങനെ രീതിയിൽ സംസാരിക്കണമായിരുന്നു. പക്ഷെ മനുഷ്യന് അത് പറ്റിയില്ല, അതിനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിൽ വേറെ കുറെ പോയിന്റുകൾ പറയുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് ആണ് അതിനകത്ത് തന്നെ പറയുന്നത്, ഇവരൊക്കെ ചേർന്ന് ചെയ്ത ഒരു ഗുണം എന്നത് അമ്മയാകാൻ ഇന്ന് പല പെൺകുട്ടികൾക്കും താല്പര്യമില്ല. ഇതൊക്കെ പറയുന്നുണ്ട്, അമ്മയാകാൻ താല്പര്യം. എന്തുകൊണ്ടാണ് ഈ ചിന്ത പുതുതലമുറയിലേക്ക് പെൺകുട്ടികൾക്ക് എത്തിയത്? ഗർഭം എന്നത് ഒരു മാരക രോഗം പോലെ 10 മാസം ആശുപത്രിവാസമാക്കി അനാവശ്യ സമ്മർദ്ദങ്ങൾ ഒരു സ്ത്രീക്ക് നൽകി അവളുടെ ഈ 10 മാസത്തെ കച്ചവടമാക്കി അതിലൂടെ കൊയ്യുന്ന ലാഭം പല. ഇതൊക്കെ എന്തിനു ഇങ്ങനെയൊക്കെ പോന്നേ? ഇത് കറക്റ്റ് ആണ്, ശരിയാണ്. പണ്ടത്തെ പോലല്ല. പണ്ട് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലുകളുടെ അതിപ്രസരം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ പലരും പ്രസവിച്ചിരുന്നു. പക്ഷെ അത് ഭയങ്കര കേടായിരുന്നു. ഒത്തിരി പേര് അന്ന് മരിച്ചിട്ടുണ്ട്. ഒന്നും കുട്ടികൾ മരിച്ചിട്ടുണ്ട്, അമ്മമാർ മരിച്ചിട്ടുണ്ട്. ഒന്നും ചർച്ചയാവാത്തത് എന്തുകൊണ്ടെന്ന് വാർത്തയും മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് വല്ലതും ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ പറയേണ്ട രീതി അതല്ലായിരുന്നു. ഒരു പല ഹോസ്പിറ്റലുകളും നമുക്ക് തന്നെ പനിയായിട്ട് ചെല്ലുമ്പോൾ തന്നെ അവർ പറയും നമ്മുടെ കെയറിങ്ങിനാണ്, ബ്ലഡ് ചെക്ക് പറയും, അതുപോലെ തന്നെ അത് ചെക്ക് ഇത് ചെക്ക് MRID മറ്റേ ഇടെന്നും പറഞ്ഞിട്ട് കുറെ അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്. നമുക്കിതറിയാം. ഇത് പല ഹോസ്പിറ്റലുകളിലും നടക്കുന്നുണ്ട്. ഗർഭമൊക്കെ ആകുമ്പോൾ മിക്കവാറും കുറച്ച് ആളുകൾ, അത്യാവശ്യം സാമ്പത്തികമുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവാതെ അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. അത് ഈ പറയുന്ന കുറെ ചെക്കുകളും കാര്യങ്ങളും ചെയ്തിട്ട് പലയിടത്തും ഓവർ കെയർ കൊടുക്കുന്ന കാശുണ്ടാക്കാനായിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഗർഭിണിയാവുന്ന അമ്മയായാലും അച്ഛനായാലും കുടുംബക്കാരാണെങ്കിലും ചെയ്യേണ്ടത്. അതിലൊരു പരിധി വരെ അഖിൽമാരാർ പറഞ്ഞതിൽ ഒരു 30% ഇവരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെനിക്ക് നേരിട്ട് അനുഭവമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഈ അഖിൽമാരാരുടെ രണ്ടാമത്തെ കമന്റ്, ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇയാളെ എല്ലാവരും ഊക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ നമ്മളതിനകത്ത് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് നോക്കണമല്ലോ. എല്ലാവർക്കും നെഗറ്റീവ് കണ്ടെത്താനുള്ള ഇഷ്ടം. അപ്പൊ അഖിൽമാരുടെ രണ്ടാമത്തെ പോയിന്റ്, ഞാൻ പറഞ്ഞത് വളരെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്ന പല പരിപാടി എനിക്കെതിരെ ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്ന പരിപാടി പുരോഗമനവാദികളും ഫെമിനിസ്റ്റുകളും തുടങ്ങിയിട്ട് കുറെ നാളായി. പിന്നെ അതിനകത്ത് ബിഗ് ബോസിനെ പറ്റി കുറെ കാര്യം പറയുന്നുണ്ട്. ആ പോയിന്റ് ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട പോയിന്റ് എത്തുന്നുണ്ട്, അത് ഞാൻ വായിക്കാം. എന്നാൽ ഇതൊക്കെ മറ്റ് ക്യാമറകൾ നോക്കട്ടെ. അതിന്റെ ഏറ്റവും പുതിയതാണ് പ്രസവത്തെ നിസ്സാരവൽക്കരിച്ചു, ഗർഭിണികളെ ആക്ഷേപിച്ചു എന്ന സാധനം. ഇനി അത് അഖിൽമാരാർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ലേറ്റസ്റ്റ് ഇട്ട 12 മണിക്കൂർ മുമ്പിട്ട
ആ ഒരു പോസ്റ്റാണ്. ഇനിയും ഒരു കുഞ്ഞ് വേണമെന്നും എനിക്കിനിയും പ്രസവിക്കണമെന്നും 5 കുഞ്ഞുങ്ങൾ നമുക്ക് വേണം. പോയിന്റ് കട്ടായി പോയി. ഇനിയും ഒരു കുഞ്ഞ് വേണമെന്നും എനിക്കിനിയും പ്രസവിക്കണം, 5 കുഞ്ഞുങ്ങൾ നമുക്ക് വേണമെന്നും പറയുന്ന ഒരു ഭാര്യയാണ് എനിക്കൊപ്പം ജീവിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാരെ, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഒരു സ്ത്രീയെ ഞാൻ കൈ തൊഴുതു നമിക്കുന്നു. കാര്യം എനിക്കും ഏറ്റവും ആഗ്രഹമുള്ള കാര്യമാണ് ഒരു സ്ത്രീ അവർക്ക് ഏറ്റവും അധികം എത്രയധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ മനസ്സുണ്ടാവുക. ജന്മം നൽകുക എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ഒന്നോ രണ്ടോ പ്രസവിക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രസവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. പ്രസവിക്കാൻ പറ്റാത്ത സ്ത്രീകളെ ഇവിടെ ആക്ഷേപിക്കുക, കളിയാക്കുക ചെയ്യുന്നതല്ല. ഒരു സ്ത്രീ സ്ത്രീത്വം അറിയുന്ന കാലം കഴിഞ്ഞാൽ തൊട്ടേ എനിക്ക് ഏറ്റവും അധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്ന് കരുതുന്നത് തന്നെ വലിയൊരു മനസ്സാണ്. അവർ പ്രസവിച്ചില്ലേ പോലും കുഞ്ഞുങ്ങളെ അവർക്ക് ഏത് കുഞ്ഞുങ്ങളോടൊരു വാത്സല്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിയേഡായിട്ട് എനിക്ക് തൊടാൻ തോന്നില്ല, കാണാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല. ആ 5 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ഈ സ്ത്രീക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നത് പോലെ 2 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ താല്പര്യം, 3 കുഞ്ഞുങ്ങളെ 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളോട് തന്നെ താല്പര്യം ഉണ്ടായിട്ടാ. അങ്ങനെയുള്ള സ്ത്രീക്ക് ഏതൊരു കുഞ്ഞുങ്ങളോടും, ഏതൊരു സ്ത്രീകളോടും, ഏതൊരു മനുഷ്യനോടും അവർക്ക് ഏതൊരു കുഞ്ഞുങ്ങളോടും അവർക്ക് വ്യക്തമായിട്ട് ഒരു സ്നേഹത്തോടെ ഇടപെടാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് തീർച്ചയായിട്ടും നല്ല കരുണയുള്ളവരായിരിക്കും. അങ്ങനെ മനസ്സുള്ളവർക്ക് മാത്രമേ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള മനസ്സുണ്ടാവത്തുള്ളൂ. അങ്ങനെ ഒരു ഭാര്യയോടൊപ്പം താമസിക്കാൻ തീർച്ചയായിട്ടും ഭാഗ്യം കിട്ടിയ അഖിൽമാരാർക്ക് വലിയൊരു ഭാഗ്യവാൻ തന്നെയാണ്. അവൾക്കത് പറയാനുള്ള ധൈര്യത്തിന്റെ പേരാണ് ഭർത്താവ്. അപ്പൊ അഖിൽമാരെ വന്നതിന് ശേഷം വന്ന വൈഫിന് 5 കുട്ടികൾ വരെ പ്രസവിക്കണം താല്പര്യം ഉണ്ടായത്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല. ഐ മീൻ, ഒരു സ്ത്രീ അവരവരുടെ സ്ത്രീത്വം അറിയുന്നു. അവർക്ക് അവര് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രസവിക്കണം എന്നല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണമെന്നൊരാഗ്രഹം. അതായത് ഒരുപാട് കുഞ്ഞുങ്ങളെ കാണണം, അവരെ എടുക്കണം, തലോടണം എന്നൊരാഗ്രഹം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിലൂടെ അഖിൽമാരെ ഗോൾ അടിക്കാൻ നോക്കുക. പുള്ളിക്കാരൻ വന്നതിന് ശേഷമാണ്, പുള്ളിക്കാരന്റെ വൈഫിനെ ചിലപ്പോൾ പുള്ളിക്കാരൻ വന്നതിന് ശേഷമായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അങ്ങനെ. അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങനെ ഒരു കുടുംബം, ഒത്തിരി കുഞ്ഞുങ്ങളുള്ള കുടുംബം വലിയ ഭാഗ്യമാണ്. അത് കിട്ടുകയാണെങ്കിൽ അഖിൽമാരെ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും വലിയ ലക്കിയസ്റ്റ് പേഴ്സൺ ആണ്, അതിലൊരു സംശയമില്ല. അവൾക്ക് പറയാനുള്ളത് ധൈര്യത്തിന്റെ പേരാണ് ഭർത്താവ്. എന്നെ കുടുംബം നോക്കാത്ത, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന കുറെ എണ്ണം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആക്രമിച്ചാൽ മൂക്കിലെ ഒരു രോമം പറിച്ചു കളയുന്ന ലാഘവം മാത്രം ഞാൻ അതിന് കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ലാഘവം കൊടുക്കുന്ന ഒരാൾ എന്തിനാ വെറുതെ ഇത്രയും ടൈപ്പ് ചെയ്തിടുന്നേ? വോയിസ് ഇടുക. എനിക്ക് ഒന്നെങ്കിൽ പറയാം, എനിക്ക് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച സാധനമല്ല നിങ്ങൾ വിട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, ഈ 2 കാര്യം അവിടെ പറഞ്ഞാൽ പോരെ, ആ പ്രശ്നം അവിടെ തീരുമല്ലോ. എന്നാൽ എന്നെ എതിർക്കുന്നതിലൂടെ സ്വകാര്യ ആശുപത്രികളും മരുന്ന് മാഫിയകളും കാലങ്ങളായി കേരളത്തിൽ സൃഷ്ടിക്കുന്ന അപകടത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇതിന്റെ ഒന്നും ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. വേറെ പിന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളും പറഞ്ഞ് സംസാരിച്ച് എനിക്ക് അവിടെ സ്ത്രീപക്ഷ സ്നേഹികൾ മനസ്സിലാക്കുന്നവരും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് അഖിൽമാരുടെ പേജിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എത്രയൊക്കെ ഇല്ലാ കഥകൾ കൂട്ടി ആക്ഷേപിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും സത്യം പറയുന്നതിൽ നിന്നും സത്യം പറയുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ഉദ്ദേശിച്ച കാര്യമല്ല അവിടെ വന്നത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് കാര്യത്തിലേക്ക് വരാം. അഖിൽമാരാര് പറയാൻ ഉദ്ദേശിച്ചിരിക്കുക ഇങ്ങനെയായിരിക്കും. അതായത് സ്വാഭാവികമായിട്ട് സ്ത്രീകൾ വിവാഹം കഴിഞ്ഞാൽ അവർ അമ്മയാവണമെന്ന് ആഗ്രഹിക്കുകയും ആ പ്രോസസ്സിലൂടെ പോവുകയും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്യുകയും ആ സമയത്ത് തന്നെ സ്വന്തമായി കണ്ണാടിയിൽ നോക്കി ഞാനൊരു അമ്മയാണ് എന്ന് കരുതുകയും ആ ഒരു കാലം അവർ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് അതിനുവേണ്ടി ഈ പറയുന്ന എൻജോയ്മെന്റതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിനുവേണ്ടി അമ്മയാവാനുള്ള പ്രിപ്പയർ ആവുകയും ഒരു കുഞ്ഞ് അടുത്ത് കിടക്കുന്നത് പോലെ അവർ നോക്കുകയും കുഞ്ഞിനെ പാലൂട്ടുന്നത് പോലെ അവർ ചിന്തിക്കുകയും അവർ വയറ്റിൽ എപ്പോഴും തലോടിക്കൊണ്ടിരിക്കുകയും സ്വയം അവർ ഒരു അമ്മയാകാൻ വേണ്ടി തയ്യാറാവുകയൊക്കെ ചെയ്യുന്ന ഒരു സാധനമായിരിക്കും അഖിൽമാരെ ഉദ്ദേശിച്ചത്. പക്ഷെ ഇന്നത്തെ പല ഹോസ്പിറ്റലുകളുടെ കടന്നുകയറ്റവും മരുന്നുകളുടെ കടന്നുകയറ്റവും പല ഡോക്ടർമാരുടെ അടുത്തുള്ള രീതികൾ, അങ്ങനെ തിരിയരുത്, ഇങ്ങനെ തിരിയരുത്, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെയുള്ള പേടിപ്പെടുത്തുന്ന കാര്യം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗർഭിണിയൊക്കെ ജോലി ചെയ്യണമെന്ന് പറയും, ഇന്ന് അത് ചെയ്യരുതെന്ന ഹോസ്പിറ്റലിൽ പറയുന്ന കാര്യമുണ്ട്. പണ്ടത്തെ സ്ത്രീകൾ ചെയ്തു വന്നിരുന്ന ജോലികളും അവരുടെ ആഹാര രീതികളും എല്ലാം മാറി. ഇന്നത്തെ ആളുകൾ ചെയ്യുന്ന ജോലികൾ, ആഹാര രീതികളെല്ലാം മാറി. ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടായ കാലത്തിനനുസരിച്ച് ഈ മാറ്റം എന്ന് പറയുന്ന വാക്കിന് മാത്രമുള്ള മാറ്റമില്ലാത്ത ബാക്കി എല്ലാത്തിനും മാറ്റമുണ്ട്. ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നതായിരിക്കും, അത് അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമായിരിക്കും. അതായത് സ്ത്രീ അവരമ്മയാവാൻ തയ്യാറാവുകയും അവർ ഇഷ്ടപ്പെടുകയും
ആ ഒരു കാലഘട്ടത്തിലൂടെ എൻജോയ് ചെയ്ത് മുന്നിലേക്ക് പോവുകയും അവസാനം പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്ന് മാറി പലപ്പോഴും പലരും അവരുടെ സ്വന്തം ശരീരത്തിന്റെ മാറ്റം വരും, സൗന്ദര്യം പോകും, ജോലിയിൽ മാറ്റം വരും, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പല ചിന്തകളും ഉണ്ടായിട്ട് ചെയ്യുന്നില്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് വ്യക്തമായി പറയാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്നുള്ളതാണ് പക്ഷെ ഈ ന്യായീകരിച്ച് മെഴുകുന്നതിന്റെ എല്ലാം അടിസ്ഥാനം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ അതുപോലെ ഒന്നുകൂടെ കണ്ടാൽ മതി. ഇപ്പൊ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അഖിൽമാരായിട്ട് ഇനിയും വരും, നമുക്ക് ഒരുപാട് വീഡിയോസ് തരും അദ്ദേഹം. കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വീഡിയോയിൽ തീർക്കേണ്ട, അല്ലെങ്കിൽ ഒറ്റ കാര്യത്തിൽ എക്സ്പ്ലനേഷൻ കൊടുത്ത്, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞതിൽ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കുക എന്ന് പറഞ്ഞ് തീർക്കേണ്ടടുത്ത് അദ്ദേഹം പിന്നെയും റീച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അദ്ദേഹത്തിന് റീച്ച് കൊടുക്കുന്നു. അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ തന്നെ കാണും, ഒരു സ്റ്റോറി ഇട്ടിട്ട് അദ്ദേഹം പറയും നിങ്ങൾ ഫേസ്ബുക്കിൽ പോയി ഇത് കാണും. എന്താ പറയുക, ഫേസ്ബുക്കിൽ പോയി കാശ് കിട്ടും. അതാണ് ഇറ്റ്സ് മീ അൽത്താഫ്. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.